നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നാരായണീയം. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും എന്ന 8ാമത്തെ ദശകത്തിലെ 5ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ദിനാവസാനേധ സരോജയോനിഹി സുഷുപ്തികാമസ്ഥൊയി സന്നിലില്യേ ജഗന്തിജ ത്വജ്ജഠരം സമീയുഹു തദേതമേകാർണവമാസ വിശ്വം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിലെ പദച്ഛേദമാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ദിനാവസാനേ അധ സരോജയോനിഹി സുഷുപ്തികാമഃ ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഹു തഥാ ഇദം ഏകാർണവം ആസ വിശ്വം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അധ സരോജയോനിഹി ദിനാവസാനേ സുഷുപ്തികാമഃ ത്വയി സന്നിലില്യേ ജഗന്തി ത്വജ്ജഠരം സമീയുഹു ച തഥാ ഇദം വിശ്വം ഏകാർണവം ആസ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം, സാരാംശം പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അനന്തരം ആദ്യ യുഗാവസാനത്തിൽ ഉറങ്ങാൻ ആഗ്രഹിച്ച ബ്രഹ്മാവ് അങ്ങയിൽ വിലയം പ്രാപിച്ചു. സമസ്ത ജഗത്തുക്കളും അങ്ങയുടെ ഉള്ളിൽ ലയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഭൂമി കേവലം ജലമാത്രമായി തീരുകയും ചെയ്തു. ഇതാണ് പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.